ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇന്നൊരു ഫിഷ് കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ. ഹലോ കൂട്ടുകാരെ, ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ നെയ്മീൻ പീസാണ് എടുത്തിരിക്കുന്നത്. നെയ്മീൻ പീസ് 3 ഉപ്പും മുളകും തട്ടി വെച്ചിരുന്നു. അപ്പോൾ അത് വേവിച്ചെടുക്കണം. ആദ്യം ഒരു നോൺ സ്റ്റിക്ക് പാനിൽ വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ഫിഷ് പീസസ് അതിലേക്കിട്ട് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ വെള്ളം പറ്റുമ്പോഴത്തേക്കും വെന്തിരിക്കും. പിന്നെ ഇതിനായിട്ട് 2 സവാള, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി എല്ലാം പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെക്കാം. അപ്പോൾ ഏത് മീൻ വേണേലും എടുക്കാം. ഞാനിപ്പോൾ മുള്ളധികം ഇല്ലാത്ത നെയ്മീൻ പീസാണ് എടുത്തത്. അത് ആ വെള്ളം പറ്റി വെന്ത് മാറ്റിയെടുക്കാം. ആ പാനിലേക്ക് തന്നെയാണ് സവാള അരിഞ്ഞത് ഇടുന്നത്. സവാള, പച്ചമുളക്, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് നല്ലപോലെ മൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ജിഞ്ചർ പേസ്റ്റ് ഇടുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, പാകത്തിന് ഉപ്പിട്ടു, കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി, മുളകൊക്കെ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ഇടാം. അധികം എരി വേണ്ടാത്തതുകൊണ്ട് ഞാൻ അധികം ഇടുന്നില്ല, കുറച്ച്, എല്ലാം കുറേശ്ശേ ഇടുന്നുള്ളൂ. ഇത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഫിഷ് ഇതിലേക്ക് മുള്ള് മാറ്റി പൊടിയാക്കിയത് മുള്ളൊക്കെ നല്ലപോലെ മാറ്റിയെടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി ചിക്കി വെള്ളമൊക്കെ തോർത്തിയെടുക്കണം. ഞാൻ 2 ഉരുളക്കിഴങ്ങ് കുക്കറിൽ ഞാൻ വേവിച്ച് വെച്ച് പൊടിയായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് ഈ നമ്മൾ ഫിഷ് കൂട്ട് ഇടുന്നത്. ഉരുളക്കിഴങ്ങും ഫിഷും എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കണം, കുഴച്ച്, കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ കുഴച്ച് ഉരുളാക്കിയാണ് എടുക്കുന്നത്. ഒരു മുട്ട നല്ലപോലെ വെട്ടി ഇതാക്കി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുട്ട, റൊട്ടിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഇനി കുഴച്ച് ഉരുട്ടി ആവശ്യത്തിന് അവരുടെ ഷേപ്പിൽ എടുക്കാം. റൗണ്ടായിട്ട് എടുത്തിട്ട് മുട്ട കൂട്ടിലേക്ക് മുക്കി റൊട്ടിപ്പൊടിയിൽ മുക്കി എടുത്ത് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. ഇത് ഈ 3 പീസ് ഫിഷ് കൊണ്ട് ഞാനൊരു 10-16 കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 10-16 കട്ട്ലറ്റ് നമ്മുടെ ആവശ്യം അനുസരിച്ച് വറുത്തെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഡിഷിൽ എടുത്ത് വെച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാം. ആവശ്യത്തിന് എടുത്ത് വറുത്ത് ഉപയോഗിക്കാം. സോസും കൂട്ടി വെറുതെ കഴിക്കാം. ചോറിൻ്റെ കൂടെ കട്ട്ലറ്റ് എല്ലാം കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഉള്ളൊന്നും ഇല്ലാതെ ഇങ്ങനെ കഴിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ഒരു ഐറ്റമാണ്. വീട്ടമ്മമാർക്കൊക്കെ ഉണ്ടാക്കി പരീക്ഷിക്കാവുന്നതാണ്. ഒരു ട്രേയിൽ ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ട് ബാക്കി നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ഓയിൽ ഒഴിച്ച് വറുത്തെടുക്കാം. ഞാനിപ്പം 3-4 കട്ട്ലറ്റ് മാത്രമേ വറുത്തെടുക്കുന്നുള്ളൂ. ബാക്കി ഞാൻ ഡിഷിൽ എടുത്ത് വെച്ച് ഫ്രീസറിൽ സൂക്ഷിച്ചു. എണ്ണ ചൂടാകുമ്പോൾ ഓരോ കട്ട്ലറ്റ് ഇട്ട് തിരിച്ചും മറിച്ചിട്ട് ബ്രൗൺ കളറാകുമ്പോൾ എടുക്കാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഹൈപ്പ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ. താങ്ക് യു.